ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അസാധാരണ മഴയിൽ മുങ്ങിത്താണ് കൊച്ചി. 2.5 മണിക്കൂറിൽ കൊച്ചിയിൽ പെയ്തിറങ്ങിയത് 150 മില്ലിമീറ്റർ മഴയിലധികം. ലഘു മേഘവിസ്ഫോടനമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അക്ഷരാർത്ഥത്തിൽ ജനജീവിതം നഗരത്തിൽ സ്തംഭിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. റോഡുകളിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിലച്ചു. നിരവധി വീടുകളിലും വെള്ളം കയറി. മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് സമ്മതിച്ച മന്ത്രി പി രാജീവ് പെരുമാറ്റച്ചട്ടത്തെ പഴിച്ച് ഒഴിഞ്ഞുമാറി. എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കാലവർഷത്തിന് മുൻപേ എത്തിയ കനത്ത മഴയിൽ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. ഇടപ്പള്ളി, തൃക്കാക്കര, ഇൻഫോ പാർക്ക് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കാക്കരയിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി P&D കോളനി നിവാസികൾക്ക് മുണ്ടൻ വേലയിൽ നൽകിയ ഫ്ളാറ്റുകൾ മഴയിൽ ചോർന്നൊലിച്ചു. ഇതിനു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇത് ഇവരായിട്ട് ടേക്കപ്പ് ചെയ്താണ്, KMRലായിട്ട് ടേക്കപ്പ് ചെയ്താണ്. അത് കലുങ്ക് നേരത്തെ തീർത്ത് അതിന്റെ അടിയിലുള്ള കോൺക്രീറ്റും കരിങ്കല്ലും കട്ടകളും എല്ലാം മാറ്റി കളയണമെന്നും അതിന്റെ അടിയിൽ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്, അത് മാറ്റി സ്ഥാപിക്കണമെന്നും എല്ലാം പറഞ്ഞിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. കാനകൾ വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ കാര്യമല്ല. നമ്മുടെ കാനകൾ അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണം. കാനല അഴുക്കുകളൊക്കെ വാരിക്കളയുക, അതൊന്നും ചെയ്യുന്നില്ല. അത് വെള്ളക്കെട്ടിന്റെ മെയിൻ കാര്യം. ജില്ലയിൽ 2 ഇടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മഴക്കാലപൂർവ്വ ക്രമീകരണങ്ങൾക്ക് യോഗങ്ങൾ ചേരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ തടസ്സമായെന്നും സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി പി രാജീവ്. ക്യാമ്പ് 2 സ്ഥലത്ത് തുറന്നിട്ടുണ്ട്, കളമശ്ശേരി HMT സ്കൂളിലും. പക്ഷെ വലിയ തോതിൽ ആളില്ല, 2 പേരൊക്കെ വന്നിരുന്നത്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവർ തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. കണ്ടമാലി സൗദി പള്ളിക്ക് സമീപവും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃക്കാക്കര കൈപ്പടമുകളിലും അമ്പലമുകൾ ഏറ്റിക്കരയിലും കാർ വെള്ളത്തിൽ വീണു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിലും ഡോക്ടർ M ലീലാവതിയുടെ വീട്ടിലും വെള്ളം കയറി. ഡോക്ടർ M ലീലാവതിയുടെ പുസ്തകശേഖരം വെള്ളത്തിൽ മുങ്ങി. ഫോർട്ട് കൊച്ചിയിലും തോപ്പുംപടിയിലും താഴ്ന്ന മേഖലകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ മരം വീണു. കൊച്ചിയിൽ പെയ്ത കനത്ത മഴ ജനജീവിതത്തെ ആകെ ദുരിതത്തിലാക്കി. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. നഗരമേഖലകളിലേക്കടക്കം മഴ കനത്താൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. തോപ്പുംപടിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം വിനീത VG 24. കൊച്ചിയിൽ ഇന്നുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം ലഘു മേഘവിസ്ഫോടനമാകാം എന്നാണ് ക്യുസാട്ടിലെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്ത് അടുത്ത കാലത്ത് മാത്രം കേട്ടു തുടങ്ങിയ മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയൊരു പ്രദേശത്ത് ചുരുങ്ങിയ സമയത്ത് പെരുമഴ പെയ്യുന്ന പ്രതിഭാസത്തെയാണ് മേഘവിസ്ഫോടനമെന്ന് വിളിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം മണിക്കൂറിൽ 10 സെന്റിമീറ്റർ അഥവാ 100 മില്ലിമീറ്റർ മഴ പെയ്താൽ അതിനെ മേഘവിസ്ഫോടനമെന്ന് വിളിക്കാം. കൊച്ചിയിൽ ഇന്ന് സംഭവിച്ചത് ലഘു മേഘവിസ്ഫോടനം അഥവാ മിനി ക്ലൗഡ് ബേസ്റ്റ് ആണെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. രണ്ട് മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴ പെയ്യുന്നത് ലഘു മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയുണ്ടാക്കാറുണ്ട്. കൊച്ചി പോലുള്ള നഗരങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ കൂടിയാകുമ്പോൾ പ്രത്യാഘാതങ്ങൾ വലുതാകാനാണ് സാധ്യത. വലുപ്പമേറിയ മേഘങ്ങളായ കുമുലോ നിംബസ് അഥവാ കൂമ്പാര മേഘങ്ങളാണ് മേഘവിസ്ഫോടനത്തിന് കാരണക്കാർ. ഏറെ പ്രത്യേകതയുള്ള ഈ മേഘങ്ങൾ പെയ്തൊഴിയുന്നത് കനത്ത മഴത്തുള്ളികളായാണ്. മേഘവിസ്ഫോടനം മുൻകൂട്ടി തിരിച്ചറിയാനോ പ്രവചിക്കാനോ പ്രയാസമാണ്. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അല്പം മുൻപ് മാത്രമാണ് ഇവയെ കണ്ടെത്താനാകുക. റിസർച്ച് ഡെസ്ക് 24. കോട്ടയത്തും ഇന്നു പെയ്തത് അതിശക്തമായ മഴയായിരുന്നു. തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടി 7 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാട്ടിലും മണിമലയാട്ടിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്ര നിരോധിച്ചു. കോട്ടയത്തും റെഡ് അലേർട്ട് തുടരുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്നും ശക്തമായി പെയ്തു. മഴ പെയ്യുന്നതിനൊപ്പം കാറ്റും വീശിയതോടെ
വലിയ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. MC റോഡടക്കം പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടെയാണ് തലനാടും ഇടമറുകിലും ഉരുൾപൊട്ടിയത്. തലനാട് ചോനമലയിലും ഇടമുറുക് ചൊക്കല്ലുമാണ് ഉരുൾപൊട്ടിയത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലുമുണ്ടായി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നതോടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രികാല യാത്രകൾക്കും നിരോധനമുണ്ട്. പല ടൗണുകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായി. വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. 15 കുടുംബങ്ങളിൽ നിന്നായി 45 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും അടുത്ത മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 കോട്ടയം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് 4 ജീവൻ പൊലിഞ്ഞു. മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാലവർഷം കേരള തീരത്തേക്ക് നീങ്ങുകയാണ്. ശക്തമായ മഴ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് ദേഹത്തേക്ക് മറിഞ്ഞ് ആലപ്പുഴ കൊയ്പ്പള്ളിക്കാരാഴ്മ സ്വദേശി അരവിന്ദ് മരിച്ചു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ എബ്രഹാമിനും ജീവൻ നഷ്ടമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ 14-കാരൻ സിനാൻ ചുഴിയിൽപ്പെട്ടു മരിച്ചു. കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ട് ഗതാഗതത്തിന് തടസ്സമായി. കൊല്ലം, മരുത്തടി, ശക്തികുളങ്ങര, മങ്ങാട് പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ചിറയൻകീഴ് കോട്ടൺ ഹിൽ സ്കൂളുകളുടെ മതിലിടിഞ്ഞു. വെഞ്ഞാറമൂട്ടിലും കല്ലമ്പലത്തും വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളിലും മഴ കനത്തു. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. കാട്ടാക്കടയിലും നെടുമങ്ങാടും മലവെള്ളപ്പാച്ചിലുണ്ടായി തോടുകൾ കരകവിഞ്ഞു. അരുവിക്കര ഡാം തുറന്നതോടെ കിള്ളിയാറും നിറഞ്ഞൊഴുകി. പാലോട് പെരിങ്ങമല ഭാസ്കരൻ കാണിയുടെ വീടിന് മിന്നലേറ്റ് നാശനഷ്ടമുണ്ടായി. ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വീടുകളിലേക്ക് മഴവെള്ളം കയറി. നിരണം പഞ്ചായത്തിൽ 20ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി. ആലപ്പുഴ ചേർത്തലയിൽ ദേശീയപാതയിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ചാലിയത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം ശക്തമായ കാറ്റിൽ കീഴ്മേൽ മറിഞ്ഞെങ്കിലും ആളപായമുണ്ടായില്ല. കാലവർഷപ്പെയ്ത്ത് തുടങ്ങിയത് കണക്കിലെടുത്ത് നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ കേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിൽ ഒന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇനി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 24ന്റെ പ്രേക്ഷകർ അയച്ച ദൃശ്യങ്ങൾ കാണാം.
ഉച്ചയ്ക്ക് ശേഷം ആ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ എത്തിയെന്നാണ് അനൗദ്യോഗികമായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ, അത്തരം ഏജൻസികളൊക്കെ പറയുന്നത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നാളെയും മറ്റന്നാളുമായി മഴ കുറെ കൂടി സജീവമാകും. വെള്ളിയാഴ്ചയോടെ കാലവർഷ പെയ്ത്ത് തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. ഗുണ്ടകളുടെ വിളയാട്ടം അനങ്ങാതെ ആഭ്യന്തരം. തിരുവനന്തപുരം കല്ലറയിൽ പട്ടാപ്പകൽ നടുറോഡിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം. വഴി ചോദിച്ച സ്ത്രീകളുടെ കാറിൽ 2 അംഗ സംഘം അതിക്രമിച്ചു കയറി. 18-കാരിയുടെ ശരീരത്തിൽ കയറി പിടിച്ചെന്നും വീഡിയോ എടുത്തെന്നും പരാതിയുണ്ട്. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയത്. പാങ്ങോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കല്ലറയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടായത്. വഴി ചോദിച്ച നിലമേൽ സ്വദേശികളുടെ കാറിൽ 2 പേർ അതിക്രമിച്ചു കയറി. ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല. തുടർന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് പരാതി. 2 പേരുണ്ടായിരുന്നു. ഒരു കാക്കി ഉടുപ്പിട്ട ഒരാളും പിന്നെ പിങ്ക് ഷർട്ടിട്ട 2 പേരാണ് ആ വണ്ടിക്കകത്ത് ഇടിച്ചിട്ട് കയറിയത്. അങ്ങനെ ആ കാക്കി ഉടുപ്പിട്ട ആൾ ഇറങ്ങി ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് വണ്ടിയുടെ കീ ഊരി അങ്ങ് എടുക്കുകയും അജ്മൽ എന്ന് പറയുന്ന ആളിൻ്റെ മൊബൈൽ പിടിച്ച് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ ശ്രമിച്ചു. അനുവാദമില്ലാതെ ഇത് കാറിൻ്റെ ബാക്കിൽ കൂടെ സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്ത പാങ്ങോട് പോലീസ് കല്ലറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാജീവിനെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതി ഒളിവിലാണ്. ലൈംഗികാധിക്ഷേപത്തിനാണ് കേസ്. പട്ടാപ്പകൽ അതിക്രമമുണ്ടായിട്ടും നാട്ടുകാർ അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് യുവതികൾ മൊഴി നൽകി. 24 തിരുവനന്തപുരം. അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി AG സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. ഡിവൈഎസ്പി പോലീസിനും സർക്കാരിനും നാണക്കേടുണ്ടാക്കിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. AG സാബുവും വിരുന്നൊരുക്കിയ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് AG സാബുവിനെ സസ്പെൻഡ് ചെയ്തത്. ഇയാൾക്കെതിരെ ആലുവ ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയിരുന്നു. പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുന്നുവെന്ന് പ്രതീതിയുണ്ടാക്കാൻ AG സാബു ഇടയാക്കി. ഗുണ്ടകൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ സാബു ദുർബലപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലുമായി ചേർന്ന് വാഗമണിൽ റിസോർട്ട് തുടങ്ങാൻ AG സാബു തീരുമാനിച്ചിരുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായതിനാൽ സാബുവിന്റെയും ഫൈസലിന്റെയും കൂടിക്കാഴ്ചയിൽ വിശദാന്വേഷണമാണ് നടക്കുന്നത്. തമ്മനം ഫൈസലിന്റെ വിരുന്നിൽ AG സാബുവിനൊപ്പം പങ്കെടുത്ത 3 പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 കൊച്ചി. സർക്കാരിന് സ്ഥിരം തലവേദന സൃഷ്ടിക്കുകയാണ് ആഭ്യന്തര വകുപ്പും പോലീസും. 24 അതിരപ്പള്ളി റിപ്പോർട്ടർക്കെതിരായ പോലീസ് നടപടിയിലെ വിമർശനത്തിന്റെ ചൂടാറും മുമ്പേ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ തെളിവുകളും പുറത്തു വന്നതാണ് സർക്കാരിന് പുതിയ തലവേദന. ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇന്നത്തെ യോഗം മാറ്റിവെച്ചു. 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് പോലീസിന്റെ നടപടികളായിരുന്നു. പലപ്പോഴും ഘടകകക്ഷികളുടെ രൂക്ഷ വിമർശനത്തിനും എതിർപ്പിനും ഇതിടയാക്കി. 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരിനെ കുഴപ്പിക്കുന്ന പോലീസ് നടപടികൾക്ക് മാറ്റമില്ല. 24 അതിരപ്പള്ളി റിപ്പോർട്ടറെ അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് രൂക്ഷമായ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെ പുറത്തുവന്ന ഗുണ്ടാ പോലീസ് ബന്ധം അമ്പരപ്പുളവാക്കുന്നതായിരുന്നു. ഇടതു സഹയാത്രികരുൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ വിഷയം മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് പ്രതിപക്ഷം. ഗുണ്ടകളുടെ രക്ഷകർത്താക്കളായി CPIM-ഉം സർക്കാരും മാറുകയാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. പോലീസിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. പോലീസിന് വേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് വിമർശനം. ആഭ്യന്തരം പോലുള്ള വകുപ്പുകൾക്ക് സ്വതന്ത്ര മന്ത്രിയാണ് അഭിലഷണീയം. 100,000 പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല തലയിലേറ്റാനാകില്ല. ഡിവൈഎസ്പി ഗുണ്ടാബന്ധവും പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമവും ചൂണ്ടിക്കാട്ടിയാണ് ലേഖനം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മാറ്റിവെച്ചു. യോഗം മറ്റൊരു ദിവസം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അനീതിക്ക് കുടപിടിക്കുന്നവർ.
24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വനം വകുപ്പിന്റെ സംരക്ഷണം. നടപടിയെന്ന വ്യാജേന BFO ജാക്സനെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി. ജാക്സൺ റൂബിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ അനങ്ങാതെ പോലീസും ഒത്തുകളിക്കുകയാണ്. ലോക്കപ്പിൽ റൂബിനെ പീഡിപ്പിച്ച CI ആൻഡ്രൂ ഗ്രോമിക്കിനെ വെള്ള പൂശുന്നതാണ് SP-യുടെ റിപ്പോർട്ട്. തന്നെ കയ്യേറ്റം ചെയ്തെന്ന റൂബിൻലാലിന്റെ പരാതിയിൽ നടപടിയെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കാനുള്ള ഉന്നതതല നീക്കം. റൂബിനെതിരായ മർദ്ദന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കാട്ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെതിരെ വനംവകുപ്പ് നടപടിയെടുത്തു. എന്നാൽ വീടിന് 1.5 കിലോമീറ്റർ അകലെയുള്ള ചായ്പൻകുഴിയിലേക്ക് സ്ഥലം മാറ്റി സംരക്ഷണം നൽകുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ. CCF ആടലരശനാണ് മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശിച്ച നടപടി അട്ടിമറിച്ചത്. ഇതോടെയാണ് അന്വേഷണം വനം വിജിലൻസ് മേധാവിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിയും എത്തിയത്. അതിനിടെ CA സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് SP നവനീത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള പോലീസ്. വനമാസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം റോബിനെ അറസ്റ്റ് ചെയ്യാൻ DYSPക്ക് നിർദ്ദേശം നൽകിയത് SP ആയിരുന്നു. പിന്നീട് DYSP നിർദ്ദേശിച്ചതനുസരിച്ചാണ് CI ആൻഡ്രൂ ഗ്രോമിക് റൂബിനെ അറസ്റ്റ് ചെയ്തതും കേസിലെ മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും. റൂബിന് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമേറ്റുവെന്ന വാർത്ത പുറത്തുവന്നതോടെ ADGP റിപ്പോർട്ട് തേടി. ഇതോടെ SP നവനീത് ശർമ്മ അന്വേഷണ ചുമതല വിശ്വസ്തനായ DYSP അശോകനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിലും CIക്കെതിരായ നടപടി ലഘൂകരിക്കാൻ നീക്കം നടത്തി. മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും റൂബിനെ ലോക്കപ്പ് മർദ്ദനത്തിനിരയാക്കിയതും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ റിപ്പോർട്ട് സോണ IG K സേതുരാമൻ തള്ളി. റൂറൽ SP നവനീത് ശർമ്മയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി. തൃശൂർ DIG അജിതാ ബീഗമാണ് ഇനി പരാതി അന്വേഷിക്കുക. വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ അഴിമതി പുറത്തുകൊണ്ടുവരാൻ കഴിഞ്ഞ മാസം 15 വിവരാവകാശ അപേക്ഷകൾ റൂബിൻലാൽ അതിരപ്പള്ളി DFO ലക്ഷ്മിക്കും മധ്യമേഖലാ CCFന് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ഭീഷണി റൂബിൻലാൽ നേരിട്ടിരുന്നു. ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങളുണ്ടായതും വനമന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻലാലിനെ കുടുക്കാൻ നീക്കം ആരംഭിച്ചതും. 24 തൃശൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊടിപാറും ക്ലൈമാക്സ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് തെളിവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തവണ BJP രാജ്യത്തെ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കുക ബംഗാളിലായിരിക്കുമെന്നും മോദി പറഞ്ഞു. കണക്കുകളും വസ്തുതകളും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി BJPയെ വിമർശിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും മെഗാ റാലി വാരണാസിയിൽ നടന്നു. മെയ് 1 ഇന്ത്യ സഖ്യയോഗത്തിൽ നിന്നും മമതാ ബാനർജി വിട്ടുനിൽക്കുമെന്നാണ് സൂചന. മരണത്തിന്റെ വ്യാപാരി എന്നടക്കം നീണ്ട 24 വർഷങ്ങൾ തുടർച്ചയായി അധിക്ഷേപങ്ങൾ കേട്ടെത്താൻ അവയെ അതിജീവിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് തെളിവില്ല. ബംഗാളിൽ ഇത്തവണത്തെ പോരാട്ടം BJPക്ക് അനുകൂലമാണെന്നും മോദി. इस मैनिफेस्टो ने और चौंका दिया और इसलिए मैंने पहला मैनिफेस्टो देखते ही मेरा पहला कमेंट था कि ये मैनिफेस्टो पर मुस्लिम लीग की छवि है. तो 2-3 दिन तो उनको लगा कि इसका जवाब देने की जरूरत नहीं है, ये अपने आप की बात खत्म हो जाएगी. जब उन्होंने कोई जवाब नहीं दिया तो फिर मैं एक एक चीज खोलने लगा. जैसे इस देश में वो ये कहें कि हम खेलकूद में भी माइनॉरिटी के लिए कोटा फिक्स करेंगे. ഒഡീഷയിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു. കണക്കുകളും വസ്തുതകളും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി BJPയെ വിമർശിക്കുന്നതെന്ന് നിർമ്മല സീതാരാമൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്ന PCC അധ്യക്ഷൻ അജയ് റായ്ക്ക് വേണ്ടി വാരണാസിയിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് പരിവർത്തൻ സങ്കൽപ് സഭയിൽ പങ്കെടുക്കും. ജൂൺ 1 ഡൽഹിയിൽ ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിൽക്കും. എല്ലാ പാർട്ടികളോടും കൂടിയാലോചിക്കാതെ തീയതി നിശ്ചയിച്ചതിൽ മമതയ്ക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക്. വിവേകാനന്ദ പാറയിൽ 2 ദിവസം ധ്യാനത്തിലിരിക്കും. ജൂൺ 1 വരെ അദ്ദേഹം കന്യാകുമാരിയിൽ തുടരും. അതിനിടെ പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി യാത്രാ പരിപാടിയുടെ പ്ലാൻ ചോർന്നത് വിവാദമായി. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം. 31-ന് കന്യാകുമാരി പാറയിലേക്ക് പോകുന്ന മോദി അവിടെയാകും ധ്യാനമിരിക്കുക. ധ്യാനം തുടരാനാണ് തീരുമാനമെങ്കിൽ ജൂൺ 1 വരെ കന്യാകുമാരിയിൽ തുടർന്നേക്കും. അതേസമയം കേരള ചീഫ് സെക്രട്ടറിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയച്ച യാത്രാ വിവരം ചോർന്നു. സീക്രട്ട് മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്ന് രേഖപ്പെടുത്തിയ ചാർട്ടാണ് ചോർന്നത്. കേരള ചീഫ് സെക്രട്ടറിക്കും ADGPക്കുമാണ് യാത്രാരേഖയുടെ പകർപ്പ് നൽകിയിരുന്നത്. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വീണ്ടും വിഷം വിളമ്പിയോ? തൃശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് അവശ്യ നിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പൊന്മാനിക്കുടം സ്വദേശി ഉസൈബയ്ക്കാണ് സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 180ഓളം പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് പരാതി. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിക്കഴിച്ച ഉസൈബ് ഉൾപ്പെടെ 4 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത്. ഇവരെ പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ പുലർച്ചെ 3 മണിയോടെയായിരുന്നു മരണം. ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങിക്കഴിച്ച 27 പേർക്കും പിന്നീട് 84 പേരും ഇന്നലെ വൈകിട്ട് 178 പേരുമാണ് ചികിത്സ തേടിയത്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. കുഴിമന്തി, അൽഫാം, ഷവർമ തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്. എന്നാൽ ഇവ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു എന്ന വാർത്ത തുടർച്ചയായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഭവങ്ങൾ ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്നത്? ഈ റിപ്പോർട്ട് കാണാം. കുഴപ്പം അറേബ്യൻ ഭക്ഷണത്തിൻ്റെതല്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മാംസം, ശുചിത്വമില്ലാത്ത പാചകം, യോഗ്യതയില്ലാത്ത പാചകക്കാർ, പാചകത്തിനുപയോഗിക്കുന്ന മലിനജലം, ഇറച്ചി പാചകത്തിന് മുമ്പായി മണിക്കൂറുകളോളം സൂക്ഷിക്കുന്നത് എല്ലാം ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ്. രാത്രി കൊല്ലുന്ന കോഴികളെയാണ് വൃത്തിയാക്കി പുലർച്ചെ പല ഹോട്ടലുകളിലും എത്തിക്കുന്നത്. ഈ മാംസം പിറ്റേന്ന് ഉച്ചയ്ക്കോ രാത്രിയോയാണ് പാചകത്തിനെടുക്കുന്നത്. ഇത് മാംസത്തിൽ സാൽമോണല്ല ബാക്ടീരിയയും ഷിഗല്ലയും ഈ കോളിയും പെരുകാൻ ഇടയാക്കും. മയോണൈസാണ് അപകടത്തിനിടയാക്കുന്ന മറ്റൊരു വസ്തു. പച്ചമുട്ടയിൽ വെളുത്തുള്ളിയും എണ്ണയും ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് വളരെ നേരം മുമ്പ് തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്നത്. 2 മണിക്കൂറിലേറെ നേരം മയോണൈസ് സാധാരണ താപനിലയിൽ വെച്ചാൽ അത് കേടാകും. മുട്ടയുടെ പുറന്തോടുള്ള അഴുക്കും ബാക്ടീരിയയുടെ വ്യാപനത്തിന് ഇടയാക്കുന്നു. സ്ഥലപരിമിതി മൂലം പല ഹോട്ടലുകളിലും സെപ്റ്റിക് ടാങ്കുകളോട് ചേർന്നാണ് കിണറും കുഴൽക്കിണറുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കിണർ വെള്ളത്തിലും കുഴൽക്കിണർ വെള്ളത്തിലുമൊക്കെ ഈ കോളി, ഷിഗല്ല ബാക്ടീരിയകളുടെ സാന്നിധ്യം ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. സാൽമോണല്ല എൻട്രോക്കോളിറ്റിസ് ബാക്ടീരിയ സാധാരണയായി ചെറുകുടലിനെയാണ് ബാധിക്കുക. ചൂടിലും നനവിലും ഇവ പെരുകി മാംസം വിഷമയമാക്കും. ഇത്തരം മാംസം നന്നായി വേവിച്ചാലും വിഷാംശം നശിക്കില്ല. കഴിച്ച് 4-5 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. മലിനജലത്തിലൂടെയാണ് ഷിഗല്ല ബാക്ടീരിയ മനുഷ്യരിലെത്തുന്നത്. രക്തം കലർന്ന വയറിളക്കമാണ് പ്രധാന ലക്ഷണം. മനുഷ്യവിസർജ്യത്തിൽ കാണുന്ന ബാക്ടീരിയയാണ് ഈ കോളെ ബാക്ടീരിയ. വൃത്തിഹീനമായ വെള്ളത്തിൽ പാകം ചെയ്യുന്നതാണ് ഈ കോളെ ബാക്ടീരിയ ഭക്ഷണത്തിൽ കലരാൻ കാരണം. കഠിനമായ വയറുവേദന, രക്തം കലർന്ന വയറിളക്കം, ഛർദി എന്നിവയ്ക്ക് ഇത് കാരണമാകും. റിസർച്ച് ഡെസ്ക് 24.
ഇനി നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത്. ബാർ ഉടമകളുടെ പണപ്പിരിവിൽ ദുരൂഹത തുടരുന്നു. പണപ്പിരിവ് കോഴ നൽകാനല്ലെന്നും വസ്തു വാങ്ങാനാണ് എന്നുമാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വിശദീകരിച്ചത്. എന്നാൽ വസ്തു വാങ്ങാൻ 1 ലക്ഷം രൂപ വീതം നേരത്തെ തന്നെ പിരിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന നിർണായക രേഖകൾ 24 ലഭിച്ചു. വിവാദ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ ബാർ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തി. ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വാദം. 472 ബാർ ഉടമകളിൽ നിന്നായി 4,54,25,000 രൂപ മാർച്ച് 31 മുമ്പ് തന്നെ പിരിച്ചെടുത്തിരുന്നു. പിരിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ ഏപ്രിൽ 1 ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപയായിരുന്നു പിരിവ്. എന്നാൽ ഇതിനുശേഷമാണ് മദ്യനയത്തിൽ ഇളവ് വേണമെങ്കിൽ പണം നൽകണമെന്നും ഇതിനായി ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും ആവശ്യപ്പെട്ട ബാർ ഉടമ നേതാവ് അനിമോൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചത്. കെട്ടിടം വാങ്ങാനാണ് പണമെന്ന അനിമോൻ പിന്നീട് തിരുത്തിയെങ്കിലും 1 ലക്ഷം രൂപ എങ്ങനെ ഒറ്റയടിക്ക് 2.5 ലക്ഷമായി എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ബാക്കി പണം എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് തിടുക്കം കാട്ടിയത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി, അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും മദ്യനയത്തിൽ സർക്കാരും പാർട്ടിയും ചർച്ച നടത്തിയിട്ടില്ലെന്നും CPIM നേതാവ് AK ബാലൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടുമില്ലല്ലോ. റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു. അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാർക്കോഴ വിവാദത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ അനിമോന്റേത് തന്നെയെന്ന ഇടുക്കിയിലെ ബാർ ഉടമകൾ സ്ഥിരീകരിച്ചു. മദ്യനയത്തിൽ ഇളവ് കിട്ടാൻ പണം നൽകിയെന്ന അനിമോൻ പറയുന്ന അണക്കര സ്പൈസസ് ഗ്രോ ഹോട്ടൽ ഉടമ അരവിന്ദാക്ഷൻ ആരോപണം നിഷേധിച്ചു. വസ്തു വാങ്ങാൻ നേരത്തെ തന്നെ പണം നൽകിയെന്നും അരവിന്ദാക്ഷൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. 24 തിരുവനന്തപുരം. കോഴിക്കോട് ഉമ്മത്തൂരിലും പാറക്കടവിലും തെരുവുനായ ആക്രമണം എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. 8 വയസ്സുകാരി ഉൾപ്പെടെ 2 പേർക്കാണ് അവിടെ കടിയേറ്റിരിക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, 2ഇടത്തും തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, കോഴിക്കോട് നാദാപുരത്തിനടുത്തുള്ള ഉമ്മത്തൂരിലും പാറക്കടവിലും ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. 8 വയസ്സുകാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉമ്മത്തൂർ സ്വദേശിനിയായ 8 വയസ്സുകാരി ദിഖ്ര വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കുട്ടിയുടെ ഇടത് കാലിലാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റൊരു സംഭവം പാറക്കടവ് സ്വദേശി ചന്ദ്രിക്കാണ്. ചെക്കിയാട് വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് വെച്ചാണ് ഈ യുവതിക്ക് തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കൈവിരലിലാണ് ചന്ദ്രിക്ക് കടിയേറ്റിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരുവരും നിലവിൽ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ അക്രമത്തിന് കാരണക്കാരായ തെരുവുനായയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആക്രമണത്തിന് ശേഷം ഈ തെരുവുനായകൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വിജയകുമാർ. യെസ്, കോഴിക്കോട് ഉമ്മത്തൂരിലും പാറക്കടവിലും ആണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്. 8 വയസ്സുകാരി ഉൾപ്പെടെ 2 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഈ തെരുവുനായ എവിടേക്ക് ഓടിപ്പോയിട്ടുണ്ട്, ഇതിന് പേവിഷബാധയുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നായയെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. പൂനെയിൽ മദ്യലഹരിയിൽ 2 പേരെ വാഹനമിടിച്ചു കൊന്ന പ്രതിയെ രക്ഷിക്കാൻ ഡോക്ടേഴ്സ് കൈക്കൂലി വാങ്ങിയത് 3 ലക്ഷം രൂപ. രക്തസാമ്പിളിൽ തിരിമറി നടത്താനാണ് കൈക്കൂലി എന്ന് ചോദ്യം ചെയ്യലിനിടെ ഡോക്ടേഴ്സ് പോലീസിനോട് സമ്മതിച്ചു. പണം പോലീസ് കണ്ടെടുത്തു. പണം കൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു ക്ലാസിക് കേസായി പൂനെയിലെ വാഹനാപകടം മാറി. മദ്യലഹരിയിൽ ആഡംബര കാർ ഓടിച്ച് 2 പേരെ ഇടിച്ചു കൊന്ന 17-കാരനെ രക്ഷിച്ചെടുക്കാൻ പണമൊഴുകിയ വഴിയാണ് തെളിയുന്നത്. പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന് ക്ലീൻ ചിറ്റ് നൽകാൻ പൂനെയിലെ സസൂൺ ആശുപത്രിയിലെ ഡോക്ടർമാർ വാങ്ങിയത് 3 ലക്ഷം രൂപ. പ്രതിയെ പരിശോധിക്കാതെ തന്നെ മദ്യപിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് നൽകി. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതാവട്ടെ പ്രതിയുടെ രക്തസാമ്പിളിന് പകരം ആശുപത്രിയിലെ മറ്റൊരു ഡോക്ടറുടെ സാമ്പിൾ. പ്രതിയുടെ സാമ്പിൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. സംഭവത്തിനും പബ്ബിൽ നിന്ന് 17-കാരൻ മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കള്ളി പുറത്തായത്. പൂനെയിലെ സസൂൺ ആശുപത്രി ഫോറൻസിക് വിഭാഗം മേധാവി അജയ് താവ്ഡെ, മറ്റൊരു ഡോക്ടറായ ശ്രീഹരി എന്നിവരെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്.
ആശുപത്രിയിലെ പിയൂൺ വഴിയാണ് പണം കൈപ്പറ്റിയത്. ഈ പണം പോലീസ് കണ്ടെടുത്തു. പ്രതികൾക്കെതിരെ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛന് പുറമെ ഒരു പൊതുപ്രവർത്തകനും സമ്മർദ്ദപ്പെടുത്തിയതായി ഡോക്ടർ അജയ് താവ്ഡെ മൊഴി നൽകി. ഇതാരെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അപകടം നടന്നയുടൻ പുലർച്ചെ NCP അജിത് പവാർ വിഭാഗം MLA പോലീസ് സ്റ്റേഷനിലെത്തിയത് ദുരൂഹമായി തുടരുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ. അപകടം നടന്ന് 9 മണിക്കൂർ കഴിഞ്ഞാണ് രക്തസാമ്പിൾ എടുക്കുന്നത്. അതിനിടെ പ്രതിക്ക് പോലീസ് പിസയും മറ്റും നൽകിയെന്ന ആരോപണവുമുണ്ട്. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് സ്റ്റേഷനിലെ 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 24 മുംബൈ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ഗുണ്ടായിസം. ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വൈകിയതിന് ജീവനക്കാരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയെന്നാണ് തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശൂരിലെ ശക്തൻ സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ ഫോൺ കടയിലാണ് യുവാക്കളുടെ ഗുണ്ടായിസം. അവിടെ ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വൈകി എന്നാരോപിച്ച് ജീവനക്കാരെ കത്തിവീശി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, വിശദാംശങ്ങൾ. ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഈ ഭീഷണി ഉയർത്തിയ ആളുകളെ? വിജയകുമാർ, നിലവിൽ ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഈ കടയിലെത്തിയാണ് ഇത്തരത്തിലൊരു കത്തി വീശുന്ന സംഭവത്തിലേക്ക് പോയത്. തൃശ്ശൂരിലെ മൊബൈൽ കടയിലെത്തി കത്തി വീശിയ ശേഷം യുവാക്കൾ ഈ ഗുണ്ടായിസം കാണിക്കുകയായിരുന്നു. ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വന്നതായിരുന്നു ഇവർ. ആ സമയത്ത് ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നതിന് വൈകി, കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വൈകിയതോടുകൂടി ഇവർ വലിയ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. കത്തി വീശി ഇത് വൈകിയതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഏറെ നേരം അവിടെ ഒരു സംഘർഷ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് യുവാക്കൾ കടന്നു കളയുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. തൃശൂർ നഗരത്തിൽ തന്നെ ഈ യുവാക്കൾ ഉണ്ടാകും എന്നതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കൺട്രോൾ റൂമുകളടക്കം വിവരം കൈമാറിക്കൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ നടത്തുന്നത്. സൂരജ്, അവിടെ തന്നെ ഈ പെരിങ്ങോട്ടുകരയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നൊരു വിവരം കൂടി വരുന്നുണ്ടല്ലോ. ഈ സ്ഫോടക വസ്തു വീടിന് മുന്നിലേക്ക് എറിയുന്നു, ഉഗ്ര ശബ്ദത്തോടെ അത് പൊട്ടിത്തെറിക്കുന്നു. അതും ഒരു ഗുണ്ട ആക്രമണത്തിന്റെ സൂചനയാണോ? അത്തരത്തിൽ തന്നെയുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. പെരിങ്ങോട്ടുകരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നാടൻ ബോംബാണ് ഈ വീടിന് നേരെ എറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കരുവാൻകുളത്ത് വെച്ച് ഈ സംഭവം കരുവാൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സമയം ഈ വീട്ടിൽ ഈ കരുവാൻകുളം സ്വദേശിയായ ബിജുവിന്റെ ഭാര്യയും അതുപോലെ തന്നെ 4 പെൺമക്കളും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ ബിജു വിദേശത്താണ്. ഈ ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് ഈ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ ചുമരിലേക്ക് ഇത് എറിഞ്ഞു. വലിയ ശബ്ദത്തോടുകൂടി ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. 1/2 കിലോമീറ്ററോളം ദൂരം ഇതിന്റെ ശബ്ദം കേട്ടതായാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പോലീസ് എത്തി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ബൈക്കിലെത്തിയ 3 പേരാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. സ്ഥലത്ത് ഈ ലഹരി സംഘങ്ങളുടെ ശല്യം ഉള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും സംഘമാണോ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. 2 ഗുണ്ട ആക്രമണങ്ങളുടെ വിവരമാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അതിൽ പെരിങ്ങോട്ടുകരയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെയാണ് ആക്രമണം. അജ്ഞാതർ എറിഞ്ഞ സ്ഫോടക വസ്തു വീടിന് മുന്നിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. 1/2 കിലോമീറ്റർ പരിധിയിൽ ആ ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പോലീസ് എത്തി അവിടെ പരിശോധന നടത്തുന്നുണ്ട്. സൂരജ് സജിയാണ് ആ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.